അബുദാബിയിൽ നിന്നും വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഇന്നു മുതൽ യാത്രാ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചു. മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ നടത്തും. സുരേഷ് വെള്ളിമുറ്റം വിശദവിവരങ്ങൾ നൽകും. സുരേഷ്, പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്, ഒപ്പം നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്കും അതൊരു ആശ്വാസമാണല്ലേ? ഈ സർവീസുകളൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് സുരേഷ്? കുറെ നാളുകൾക്ക് ശേഷം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ പറയാവുന്നതോ അല്പം ചിരിക്കാവുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷെ ഇന്ന് രാവിലെ വരുന്ന ഈ വാർത്ത തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതായത് അബുദാബിയിൽ നിന്നുമുള്ള ഇത്തിഹാദ് എയർവേസ് ഒന്ന് UAE ഔദ്യോഗികമായിട്ടുള്ള വിമാന സർവീസാണ്. അബുദാബി എന്ന് പറയുമ്പോൾ UAE തലസ്ഥാനവുമാണ്. അതുകൊണ്ട് തന്നെ ഈ അബുദാബിയിൽ നിന്നും ഇത്തിഹാദ് എയർവേസ് സർവീസ് തുടങ്ങുമ്പോൾ അത് മറ്റ് വിമാനത്താവളങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഒക്കെ വലിയ ആശ്വാസവും വിശ്വാസവും ഒക്കെ നൽകുന്നതാണ്. അവിടെ നിന്നുമാണ് ഇത്തിഹാദ് എയർവേസ് സർവീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ലിമിറ്റഡ് സർവീസ് എന്നാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള വിമാനത്താവളങ്ങളിലേക്കുമാണ് സർവീസ് നടത്തുന്നത്. എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഉണ്ടാകില്ല. മുൻപ് ഉണ്ടായിരുന്നതുപോലെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സർവീസും ഉണ്ടാകില്ല. അതേസമയം ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രാ വിമാനങ്ങളുടെ സേവനം ആരംഭിക്കുന്നു. പുതിയ ബുക്കിംഗ് എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ വിമാന കമ്പനി അറിയിക്കുന്നുണ്ട്. മുൻപ് ബുക്ക് ചെയ്തവരും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് പുതിയ സർവീസുകളിലേക്ക് ടിക്കറ്റുകൾ റീ അറേഞ്ച് ചെയ്യാമെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മോത്തി നേരത്തെ സൂചിപ്പിച്ച ദുബായിൽ നിന്നും ഭാഗികമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഫ്ലൈ ദുബായും അതോടൊപ്പം തന്നെ ഇത്തിഹാദ് എമിറേറ്റ്സ് എയർലൈൻസും രണ്ടും ദുബായിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ ഇന്ന് ആരംഭിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉച്ചവരെയുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം നോക്കിയതിനു ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുക. വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ്. തീർച്ചയായിട്ടും. ഈ ഖത്തർ, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ കാര്യം എങ്ങനെയാണ് സുരേഷ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് സർവീസുകൾ ഉണ്ട് ഭാഗികമായി. മറ്റ് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ അത് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം ആയിട്ടില്ല. കാരണം പലയിടത്തും ഒരു വിമാനത്താവളമൊക്കെയാണ് ഉള്ളത്. ഖത്തറിലോ ദോഹയിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള. അപ്പോൾ അവിടെ നിന്നും സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എത്തിയിട്ടില്ല. അതേസമയം മസ്കറ്റിൽ നിന്നും കുറെ കൂടി ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് മേഖല നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്ന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കാരണം അവിടെ നിന്നുമുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ യാത്രാ നിരക്ക് കുറച്ചുകൂടി കുറവാണ്. പിന്നീട് UAE നിന്നുമൊക്കെ ആണെങ്കിൽ റോഡ് മാർഗം അവിടെ ഒമാനിൽ എത്തുകയും ചെയ്യാം. അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മസ്കറ്റിൽ നിന്നും കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ബഹ്റൈൻ, ഖത്തർ അവിടെ നിന്നും സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭാഗികമായിട്ട് പോലും ഈ യാത്രാ വിമാനങ്ങൾക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല.